യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്താൻ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ 2-3 വാക്യങ്ങളുടെ അർത്ഥം, അതിൻ്റെ പശ്ചാത്തലം എന്നിവയെക്കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പും അവൻ പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നാണ്. അതിനെന്താ തെളിവ്? അതിൻ്റെ തെളിവ് 5-ാം വാക്യത്തിലുണ്ട്. ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞു. ഇപ്പൊ ലോകമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, മനുഷ്യൻ, ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പേ പിതാവിൻ്റെ മടിയിൽ ദൈവത്തിൻ്റെ പുത്രൻ ഇരിക്കുകയായിരുന്നെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പിതാവ് സർവ്വതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ പിതാവിൽ നിന്ന് ഏകജാതനായ പുത്രൻ ജനിച്ചു എന്നാണ്. പിന്നീടുള്ള സർവ സൃഷ്ടിവേലകളും യേശുക്രിസ്തു മുഖാന്തരമാണ് നടക്കുന്നത്. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പോൾ പിതാവിന് പുത്രനോടുള്ള ബന്ധം എന്താണ്? അവർ രണ്ടുപേരും ദൈവമല്ല, പിതാവാണ് ദൈവം, യേശു പുത്രനാണ്. രണ്ടുപേരും ചേർന്നത് ദൈവമല്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യരാശിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരു അവസരം സൃഷ്ടിക്കപ്പെടുവാനാണ് ദൈവം യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്നതെന്നാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പിതാവിനെയും പുത്രനെയും തിരിച്ചറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ്.
അപ്പോൾ ഇവിടെ ആദാം പാപം ചെയ്ത് നിത്യജീവന് അയോഗ്യനാണെന്ന് വിധിക്കപ്പെടുകയും ആ ആദാമിനെ ആ മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല. പിതാവിനെയും പുത്രനെയും അറിയണമെന്നുള്ളതാണ്. പിതാവും പുത്രനും ഒരാളാണെങ്കിൽ പിന്നെ ഒരാളെ അറിഞ്ഞാൽ മതി. തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളെ അറിയണമെന്നുള്ളതാണ്. പിതാവ് ആരാണെന്നും പുത്രൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്നും പുത്രനെ നമ്മൾ വിശ്വസിക്കുക വഴി എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്നും ഉള്ള അറിവുകൾ നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പിതാവിനെയും പുത്രനെയും തിരിച്ചറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കും. പിതാവിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തു നിറവേറ്റുകയാണ് ചെയ്തത്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണ ശേഷം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. നമ്മൾ 5-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ യേശുക്രിസ്തുവിടെ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിക്കുമ്പോഴും ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ചും പദവിയെക്കുറിച്ചും ഒക്കെ നല്ല അറിവുണ്ട് കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞു. ഈ മഹത്വം തൻ്റെ ശിഷ്യന്മാരെയും ഒന്ന് അറിയിക്കണമെന്ന് കർത്താവ് പറയും. ഞാൻ ലോഗോസായിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മഹത്വം. ഇവിടെ യേശുക്രിസ്തു സർവ സൃഷ്ടിക്കും മുമ്പേ പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? അത് നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട് തെളിവ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയാം. അത് യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയണത്. ആദിയിൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിനും മുമ്പ്, മനുഷ്യനും മനുഷ്യേതര ജീവികളെയും സൃഷ്ടിക്കുന്നതിനു മുമ്പ്, ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായി. സകലവും യേശുക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സകല സ്വത്തിൻ്റെയും അവകാശി യേശുക്രിസ്തുവാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശി. അതിൽ ഒരു വലിയ സ്വത്താണ് നഷ്ടപ്പെട്ടു പോയത്. ഏതാ വലിയ സ്വത്ത്? യേശുക്രിസ്തുവിന് കിട്ടിയ ഒരു വലിയ സ്വത്ത് നഷ്ടപ്പെട്ടു പോയി. ഏതാണെന്നറിയോ? ആദാമിനെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞിരിക്കുക?
ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദാം ദൈവത്തിൻ്റെ മകൻ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ മകനല്ലേ? അല്ലേ? യേശുക്രിസ്തു ദൈവത്തിൻ്റെ മകൻ, സംശയമല്ല. അതേ പ്രകൃതിയിലും അതേ മഹത്വത്തിലും അല്ലെന്നേ ഉള്ളൂ. ആദാം ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ഈ സ്വത്ത് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടെടുക്കാനാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അത് മറ്റാർക്കും സാധിക്കാവുന്ന കാര്യമല്ല. അപ്പോൾ ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് അവരുടെ മുമ്പാകെ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. യേശുക്രിസ്തു വന്നിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം യേശുക്രിസ്തു മറുവിലയായി തീരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ കൂട്ടാളികളായി ഒരു വിഭാഗത്തെ വേർതിരിക്കുക എന്നുള്ളതാണ്. അവരെക്കുറിച്ചാണ് നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാന അടിസ്ഥാനങ്ങൾ 12 അപ്പോസ്തലന്മാരാണ്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. കൈക്കൊണ്ട് അവരെന്താ മനസ്സിലാക്കിയെന്നറിയോ? ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞ് നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഈ അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന്, പിന്നെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന്, ഈ രണ്ട് കാര്യവും ശിഷ്യന്മാർ വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിനില്ലാത്ത അറിവായത്. ഇന്ന് ലോകം ഈ അറിവ് ഉപയോഗിക്കുന്നില്ല. യേശു ദൈവമാണെന്നും പിതാവ് തന്നെയാണ് യേശുക്രിസ്തു എന്നും മാറി മാറി പറയുന്ന ഒരു രീതിയാണ്. വ്യക്തമായിട്ട് പിതാവായ ദൈവത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിനെ കുറിച്ചോ വ്യക്തമായൊരു അറിവ് ക്രൈസ്തവ മണ്ഡലത്തിനില്ല. ശിഷ്യന്മാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അറിവാണ് ഉണ്ടായി. അതവർ വിശ്വസിച്ചും ഇരിക്കുന്നു. ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് എന്ന് പറയും. ഇത് അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്ന. അവരങ്ങനെ ആ തിരിച്ചറിവിൽ കൂടെ വിശ്വസിച്ചും അറിഞ്ഞും പിൻപറ്റിയവരാണ്. അതിലൊരു അപ്പോസ്തലനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 17-ന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഏകസത്യദൈവമായ നിന്നെ, പിതാവിനെ കുറിച്ചാണ്, നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തു. കണ്ടോ? അയച്ചയാളും അയക്കപ്പെട്ട ആളും രണ്ടും രണ്ട് വ്യക്തികളാണ്. ഇത് വിശ്വസിക്കാനും സമ്മതിക്കാനും എന്താ മടി? അത് തിരിയുന്നില്ല ക്രൈസ്തവ മണ്ഡലങ്ങൾക്ക്. ക്രൈസ്തവ ഉപദേഷ്ടാക്കന്മാർക്ക് അത് തിരിയുന്നില്ല.
അപ്പം ഇങ്ങനെ ഈ തിരിച്ചറിവില്ലാത്ത ആരാധനയ്ക്ക് യാതൊരു പ്രയോജനമില്ല. അത് നിത്യജീവൻ ലഭിക്കാനുള്ള യോഗ്യത ഒരാൾക്ക് കൽപ്പിക്കുന്നില്ല. അനേക കർത്താക്കന്മാർ, അനേക ദേവന്മാർ, സങ്കല്പ ദൈവങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇങ്ങനെയുള്ള കർത്താക്കന്മാർക്കും ദേവന്മാർക്കും സങ്കല്പ ദൈവങ്ങൾക്കൊന്നും മനുഷ്യന് നിത്യജീവൻ കൊടുക്കാൻ സാധ്യമല്ല. മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് ശക്തിയുള്ളൂ. പിതാവിനെയും പുത്രനെയും തിരിച്ചറിയുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം, പിതാവായ ദൈവമല്ല കാൽവറി ക്രൂശിൽ യാഗമായത്. അതാ തിരിച്ചറിയണ്ടേ രണ്ടാമത്തെ കാര്യം. പിതാവായ ദൈവമല്ല ക്രൂശിൽ മരിച്ചത്. ദൈവം ക്രൂശിൽ മരിച്ചു. ദൈവം തന്നെ ദൈവത്തിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നൊക്കെ വികലമായ പഠിപ്പീരുകൾ അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവർക്കെന്താ മരണമെന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൻ്റെ നിർവചനം എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് മരിക്കാൻ കഴിയുമായിരുന്നു. അതാ പുത്രനെ തന്നെ അയച്ചു. പുത്രൻ ലോകോസായിരുന്നപ്പോഴും മരിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യരൂപത്തിലായി വരാനും മരിക്കാനും പറ്റിയത്. വെറും മരണമല്ല, യാഗമരണമാണ് ക്രിസ്തുവിൻ്റെ മരണം. സാധാരണ രീതിയിലുള്ള മരണമല്ല, രോഗം മൂലമുണ്ടായ മരണമല്ല, ഒരു ദിവ്യ ബലിയായി തീർന്നാൽ ഉള്ള മരണമാണ്. അപ്പോൾ ഈ മരണത്തിൽ നിന്ന് യേശു പുനരുദ്ധാനം ചെയ്തതിൻ്റെ ശേഷം പിന്നെ ക്രിസ്തുവിന് മരിക്കാവുന്ന അവസ്ഥയിലല്ല ക്രിസ്തു. മരണം സംഭവിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലായി. അപ്പം ഇതൊക്കെ പിതാവിനെയും പുത്രനെയും തിരിച്ചറിയുന്നതിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ പൂർണ്ണമായ ജ്ഞാനം വേണമെന്ന് അതിൻ്റെ ആവശ്യം. പരിപൂർണമായൊരു ജ്ഞാനമില്ലാതെ ആർക്കും നിത്യജീവൻ കൊടുക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. അപ്പം ആ ജ്ഞാനം പ്രാപിക്കുവാനാണ് വേദപുസ്തകം നമുക്ക് എഴുതി കിട്ടി. ലോകത്തിലുള്ള എല്ലാ ഭാഷയിലും വേദപുസ്തകം പരിഭാഷ ചെയ്തിട്ടുണ്ട്. ആർക്കും വായിച്ച് പഠിക്കാം, സംശയങ്ങൾ ചോദിക്കാം, അതിനൊക്കെ നിവാരണം ഉണ്ടാക്കാം. അങ്ങനെയാണ് പരിജ്ഞാനത്തിൽ വളരുന്നത്. മനുഷ്യൻ ജ്ഞാനമുള്ളവനായി തീരണമെന്നാണ് ദൈവം ആദ്യം മുതലേ ആഗ്രഹിച്ചത്. ഏദൻ തോട്ടത്തിൽ വെച്ച് നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകണമെന്നാണ് ദൈവം ആദാമിനെ കുറിച്ച് ഉദ്ദേശിച്ചത്. അല്ലാതെ ജ്ഞാനസമ്പൂർണനായിട്ടാണോ ആദാമിനെ സൃഷ്ടിച്ചത്? ആണോ? ജ്ഞാനസമ്പൂർണനായിട്ടാണോ ആദാമിനെ സൃഷ്ടിച്ചത്? സാമാന്യ ജ്ഞാനം ഉണ്ടായിരുന്നു. ആദാമിന് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാമായിരുന്നോ? അറിയാൻ മേല. യേശുക്രിസ്തുവിൽ കൂടെ ഒരാൾ ജ്ഞാനിയായിരിക്കും. അപ്പോൾ ആദാമിൻ്റെ അന്ന് നൽകിയിരുന്ന ജ്ഞാനം അത് താൽക്കാലികമായ ലഘുവായ ജ്ഞാനമാണ്.
അത് വളരാനുള്ള സാഹചര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. ഒരു വാക്കുകൾ വായിച്ച് നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പിന്മാറാം. 17:24 യോഹന്നാന്റെ സുവിശേഷം 17:24 വായിച്ച. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിനും ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവിൻ്റെ ഒരു ആഗ്രഹം. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. സ്നേഹിച്ചിരിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിനു മുമ്പ് യേശു ഉണ്ടായിരുന്ന അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എല്ലാത്തിനും സൃഷ്ടിക്കും മുമ്പ് യേശു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ശിഷ്യന്മാരെ കുറിച്ചാണ്. കർത്താവിനുണ്ടായിരുന്ന മഹത്വം ഈ ശിഷ്യന്മാർ കാണേണ്ടതിനും ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ചെയ്യും. അപ്പം ആരുടെ അടുക്കൽ ഇവരെ ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കണേ? പിതാവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് ആരാ? പിതാവാണ്. പിതാവാണ് ഈ ആഗ്രഹം സാധിച്ചത്. അത് കർത്താവ് പറഞ്ഞില്ലേ, നീ എനിക്ക് തന്നിട്ടുള്ളവരിൽ ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. ആ നാശയോഗ്യൻ എന്ന് പറഞ്ഞ ആരെ കുറിച്ചാ? യൂദയെ കുറിച്ചാ. ബാക്കി 11 പേരും ഒരു കുഴപ്പമില്ല. ആ നാശയോഗ്യം മാത്രമേ നയിച്ചു പോകും. അപ്പൊ ഈ 11 പേർക്ക് പകരം 11 പേര് കുറവായ ഒരാളെ പിന്നീട് തിരഞ്ഞെടുത്തു. അങ്ങനെ 12 പേര്. 12 ഗുണം 12 സമം 1,44,000. ഈ 1,44,000 പേരെ കുറിച്ച് ചെറിയ ആട്ടിൻകൂട്ടമേ എന്നാണ്. വലിയ ആട്ടിൻകൂട്ടമല്ല, ചെറിയ ആട്ടിൻകൂട്ടം. വലിയ ആട്ടിൻകൂട്ട അത് രക്ഷയിലേക്ക് വരുന്ന പൊതുലോക. അവർ വലിയ ആട്ടിൻകൂട്ടായിട്ട് തീരും. അവർക്ക് ഭൗമികമായ രക്ഷ. നമ്മളിത്തോളം ഈ വാക്യങ്ങളിൽ നിന്ന് പിതാവിനെ കുറിച്ച് മനസ്സിലാക്കി, യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് മനസ്സിലാക്കി, പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ യേശുക്രിസ്തു സർവ സൃഷ്ടിക്കും മുമ്പേ ആദ്യജാതനായിട്ടും ഏകജാതനായിട്ടുമൊക്കെ ഇരുന്നു. അന്ന് യേശുവിന് ലോഗോസ് എന്നായിരുന്നു പേര്. ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം. ആ പേരിനെ കുറിച്ചാണ് യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് എഴുതി. അപ്പം നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത് എന്തിനാ? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ.
പിതാവിനെയും പുത്രനെയും തിരിച്ചറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ്. അപ്പം നിത്യജീവന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ വിധങ്ങളായ അറിവുകൾ നമുക്കുണ്ടാകും. ആ അറിവിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളെ ക്രമീകരിക്കുന്നത്, രൂപപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളവരായിത്തീരുമ്പോൾ അവർക്ക് നിത്യജീവന് യോഗ്യരാണെന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ പുനരുത്ഥാനത്തിൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഇടവരും. ഈ വിഷയത്തെക്കുറിച്ച് ഇത്തരം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.